എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹിറ്റാച്ചി അവൻ സാസുകയോട് പറയും, ഇവനെ ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അബൂട്ടോ അവനിപ്പോ എന്റെ ഈസനാമ പവറിലുള്ള ലൂപ്പിൽ കിടന്ന് വട്ടം ചുറ്റുകയാണ്. സാസുകയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതാവും. സാസുക ചോദിക്കും, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നിന്നെ കൊണ്ട് സാധിച്ചു? അവൻ നിന്റെ കണ്ണിലൊന്നും നോക്കിയില്ലല്ലോ. അതിന് ഹിറ്റാച്ചി പറയും, അവൻ എന്നെ സ്ക്വാഡ് എടുത്ത് വെട്ടാൻ വന്ന ആ നിമിഷം അവനെ ഞാൻ കൺട്രോൾ ചെയ്തു. വെറും ഒരു ഫിസിക്കൽ ടച്ച് കൊണ്ട് നമുക്ക് നമ്മുടെ ഓപ്പണന്റിനെ ആ ഈസനാമ പവറിൽ ലോക്ക് ചെയ്യാൻ കഴിയും. ഓപ്പണന്റിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ഫൈറ്റ് അതങ്ങനെ ഈസനാമ പവർ കോപ്പി ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇതെല്ലാം തന്നെ കറക്റ്റായിട്ട് 1 by 1 ആയിട്ട് നീ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈസനാമിയിൽ നമുക്ക് നമ്മുടെ ഓപ്പണന്റിനെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ എന്താ, നമ്മുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോവും. ഓൾമോസ്റ്റ് ഈസനാക്കി പോലെ തന്നെയാണ് ഈ ഒരു ജിപ്സു. ആക്ച്വലി ഈ ഒരു ഈസനാമി ജിപ്സു അത് ഉപയോഗിക്കുന്നത് ഈസനാക്കിയിൽ നിന്ന് ഒരാളെ രക്ഷിക്കാനാണ്. ഈസനാക്കി പവറിന് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. അത് ബ്രേക്ക് ചെയ്ത് ആ ആൾക്ക് പുറത്തു വരണമെങ്കിൽ ഈസമ പവർ അത് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ ഡാസോയായിട്ട് ഫൈറ്റ് ചെയ്ത കാര്യങ്ങള് അതങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. ഈ ഒരു ഈസനാമി പവർ അതെങ്ങനെയാണ് ക്രിയേറ്റ് ആയതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു യുദ്ധം ഉച്ചിഹ ക്ലാൻകാർക്കും സെഞ്ചു ക്ലാനുകാർക്കും തമ്മിലുണ്ടായി. ആ സമയത്ത് ഈസനാക്കി ജിപ്സു അത് വർക്കായില്ല. ആ ഒരു സെഞ്ചു ടീം അവർ നമ്മളെ വെട്ടിയെറിയാനായിട്ട് ആരംഭിച്ചു. ആക്ച്വലി ഈ ഒരു ഈസനാക്കി പവർ അത് ഒന്നിൽ കൂടുതൽ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അപ്പൊ ഹിറ്റാച്ചിയുടെ ഓപ്പണന്റ് ടീമിലുള്ള ഒരുത്തൻ അവനിപ്പോ ഈസനാക്കി പവർ അവേക്ക് ചെയ്യും. ആ ഒരു പവർ വെച്ച് അവൻ ഉച്ചിഹ ക്ലാനിലുള്ള ഒരുപാട് പേരെ വെട്ടിയെറിയും. അവനുശേഷം വീണ്ടും 2-3 പേര് കൂടെ ഈസനാക്കി പവർ അവേക്ക് ചെയ്യും. ആ സമയത്താണ് ഞങ്ങൾക്ക് വേറെ വഴിയില്ലാതെ ഈസനാമി പവർ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുപിടിച്ചത്. ആ പവർ ഉപയോഗിച്ച് ഈസനാക്കി പവർ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഓപ്പണൻസിനെ അവരെ ഒരുപാട് പേരെ വളരെ എളുപ്പത്തില് ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. കട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും ഫ്ലാഷ് ബാക്കില് ആ ഒരു ബാറ്റിൽ കാണിക്കും. അപ്പൊ ആ ഒരു ഈസനാക്കി പവർ അത് ആദ്യമായിട്ട് യൂസ് ചെയ്ത ഷിനോബി അവന്റെ തൊട്ടു പുറകിലായിട്ട് ഒരു പെണ്ണ് കത്തിയൊക്കെ പിടിച്ച് വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവൻ പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല, എന്റെ ഈസനാക്കി പവറിന് മുൻപില് നിന്നെ കൊണ്ട് ജയിക്കാനാവില്ല. അവൾ അവനോട് പറയും, ദയവ് ചെയ്ത് നിന്റെ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യ്, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേൾക്ക്, എന്റെ കൂടെ ഈ നിമിഷം ഇവിടെ നിന്ന് നീ വരണം. അതിനവന് കലി കയറി. അവിടെ ഉണ്ടായിരുന്ന ചെടികളും പൂമ്പാറ്റകളെയും ഒക്കെ അവൻ വെട്ടി അരിഞ്ഞ് അങ്ങനെ അവളുടെ പിന്നാലെ ഓടും. അവനെ കണ്ട് ടെൻഷനായി ഇപ്പൊ അവളും ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അങ്ങനെ ഓടി ഓടി ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോ അവൻ ആ സ്ക്വാഡ് നീട്ടി അവളെ വെട്ടിയെറിയും. പക്ഷെ അപ്പോഴേക്കും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവള് രക്ഷപ്പെടും. അവള് ഫുൾ കലിപ്പില് അവന്റെ തൊട്ടു പിന്നിൽ വരും. അങ്ങനെ അവൾ ആദ്യമായിട്ട് ഈസനാമി പവർ അതുപയോഗിച്ച് ഇപ്പൊ അവനെ 2 കഷ്ണമാക്കി വെട്ടി താഴെയിടും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഹിറ്റാച്ചി അവനിപ്പോ സാസുകയോട് പറയും, നമുക്കൊരിക്കലും നമ്മുടെ റിയാലിറ്റി അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും സാധിക്കില്ല. ഈ ഒരു ഈസനാക്കിയുടെ പവർ അത് നമ്മുടെ ഓപ്പണന്റിനെ ഒരു ലൂപ്പിനുള്ളിലേക്ക് കൊണ്ടുപോയി റീവൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈസനാക്കി ജിപ്സുവിനെ അതിനെ ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ജിപ്സു ആണ് ഈസനാമി. അത് കേട്ട് സാസുക അവൻ വണ്ടടിക്കും. സാസുക പറയും, ഞാൻ ഇത്രയും കാലമായിട്ട് ഈസനാക്കി പവറിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന അതിനെ കഴിഞ്ഞും പവറുള്ള ഈസനാമി പവറിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് പോലും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഈസനാക്കി പവറിന് നമ്മുടെ ചിന്തകളെ ട്വിസ്റ്റ് ചെയ്യാനും ലൂപ്പിലൂടെ കൊണ്ടുപോകാനും കഴിയും. പക്ഷെ ഈസനാമിക്ക് നമ്മുടെ ജീവനെയും ജീവിതത്തെ വരെ ചേഞ്ച് ആക്കാനുള്ള പവർ ഉണ്ടെന്ന് ഹിറ്റാച്ചി പറഞ്ഞു കൊടുക്കും. ആക്ച്വലി നമ്മുടെ ഉച്ചിഹ ക്ലാനിനെ അന്ന് തിരികെ പിടിച്ചതുപോലും ഈ ഒരു ഈസനാമി പവർ വെച്ചാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ആ ഒരു ബാറ്റിൽ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഈസനാമി പവറിൽ പെട്ടുപോയി വീണ്ടും വീണ്ടും അവൾ അറ്റാക്ക് ചെയ്യും. അവൻ ഓരോ തവണ അറ്റാക്ക് ചെയ്യുന്തോറും അവൾ വീണ്ടും വീണ്ടും ഇപ്പൊ തിരിച്ചു വരികയാണ്. അവൻ ആ ഈസനാമി ലൂപ്പിൽ കിടന്ന് ഇപ്പൊ വട്ടം കറങ്ങും. എനിക്ക് എന്താ സംഭവിക്കണേ, ഞാൻ ഇത്രയും തവണ ഇവൾ അറ്റാക്ക് ചെയ്തിട്ടും ഇവൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ അവള് ഹായ് ആയിട്ട് അവളുടെ കൈ നീട്ടി അവന്റെ അടുത്തേക്ക് വരും. അവള് പറയും, എന്റെ കൈ ഇതാ, ഇതില് നീ കൈവച്ച് നമുക്കിത് ബ്രേക്ക് ചെയ്യാം. നീ എന്റെ കൂടെ വരികയാണെങ്കിൽ
നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. അതിനവൻ പറയും എൻ്റെ കയ്യിൽ പുരണ്ട രക്തക്കറ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും ആവില്ല. അവൾ ചിരിക്കും. എന്നെ കൊണ്ട് കഴിയുന്നു പറഞ്ഞ് അവൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരും. ഉടനെ അവൻ അവൻ്റെ വാളെടുത്ത് ആഞ്ഞ് നിലത്ത് കുത്തും. അതിനുശേഷം അവൻ അവനെ തന്നെ തിരിച്ചറിഞ്ഞ് വിധിയെ ആക്സെപ്റ്റ് ചെയ്ത് അവളുടെ കയ്യിൽ കൈവെക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഹിറ്റാച്ചി. അവൻ പറയും നീ നിന്നെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. നിന്റെ വിധിയിൽ നീ വിശ്വസിക്കണം. അങ്ങനെ നീ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ലൂപ്പ് ബ്രേക്ക് ആവും. അതിനുശേഷം ആ ജിപ്സ് ബ്രേക്കായി നിനക്ക് പുറത്തു വരാൻ കഴിയും. ഇപ്പൊ ഈ കബൂട്ടോ അവൻ എപ്പോഴാണ് അവൻ ട്രാൻസ്ഫോം ആവുന്നത് സ്റ്റോപ്പ് ചെയ്യുക, അപ്പൊ മാത്രമേ അവനെ കൊണ്ട് ഈ ജിപ്സുവിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയൂ. സാസുക പറയും ഉച്ചിക ക്ലാനില് ഇത്രയും വലിയ വലിയ സ്റ്റോറീസ് ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈസനാക്കി ജിപ്സുവെ ഈസനാമി ബ്രേക്ക് ചെയ്തു. ഞാനും ഇപ്പൊ എൻ്റെ കഴിഞ്ഞ കാലത്തെ ആക്സെപ്റ്റ് ചെയ്യാണ്. ഈസനാക്കി ജിപ്സു അത് ഞാൻ പഠിച്ചെടുത്തതുപോലെ ഈസനാമി ജിപ്സു അതും എനിക്ക് പഠിച്ചെടുക്കണം. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിന് ഇത്രയും വലിയ ഈസനാമി പവർ അതുപയോഗിച്ച് നീ കബൂട്ടോയെ ലോക്ക് ചെയ്തു? നിനക്ക് സിമ്പിളായിട്ട് അവനെ ലോക്ക് ചെയ്യാൻ കഴിയില്ലേ? അതിന് ഹിറ്റാച്ചി പറയും എനിക്ക് ഈ കബൂട്ടോയെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പകാലാണ് ഓർമ്മ വരുന്നത്. ചെറുപ്പത്തിൽ ഞാനും ഇവനെ പോലെ തന്നെയായിരുന്നു. ഇവൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനും ചെയ്തു കൂട്ടിയിരുന്നു. ആക്ച്വലി കബൂട്ടോയെയും എന്നെയും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കബൂട്ടോ അവനവൻ്റെ തെറ്റുകളും മിസ്റ്റേക്കുകളും ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ ശ്രമിക്കുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ജിപ്സ് ഉപയോഗിച്ച് അവൻ്റെ ഉള്ളില് ആ ഒരു റിയലൈസേഷൻ അത് കൊണ്ടുവരാൻ കഴിയോ എന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഇവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്. പക്ഷെ ഒരിക്കലും ഞാനിവനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തില്ല. അവനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് തിരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് സാസുക പറയും ഹിറ്റാച്ചി നീ ഒരിക്കലും ഈ കബൂട്ടോയെ പോലെ അല്ല. നീ ശരിക്കും ഒരു പെർഫെക്റ്റ് ആയ ആളാണ്. അതിന് ഹിറ്റാച്ചി പറയും ഒരിക്കലുമല്ല. എനിക്ക് ഒരുപാട് തെറ്റുകൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകൾ നിനക്ക് സംഭവിക്കാൻ പാടില്ല. ഞാൻ ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ നിന്നെ തിരിച്ചറിയാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വിജയം നമുക്ക് സ്വന്തമായിരിക്കും. ഈസനാക്കിയും ഈസനാമയും കമ്പൈൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും പല ഘട്ടങ്ങളിൽ ഒന്നാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ലൂപ്പിനുള്ളിലുള്ള കബൂട്ടോയെ കാണിക്കും. അവൻ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഹിറ്റാച്ചി പറയും നീ ഇനിയും അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. നിന്റെ മിസ്റ്റേക്സ് തെറ്റ് അതെല്ലാം തന്നെ നീ റിയലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിനക്ക് ഈ ജിപ്സു അത് ബ്രേക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷെ കബൂട്ടോ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും അവന്റെ വാട്ടർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവൻ ഓരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോഴും അവൻ ആ ലൂപ്പിനുള്ളിലൂടെ താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. പക്ഷെ ഹിറ്റാച്ചി ആണെങ്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയെങ്കിലും നീ നിന്റെ മിസ്റ്റേക്ക് അത് അഡ്മിറ്റ് ചെയ്യ്. അതിന് ഒരുപാട് വിഷമത്തിൽ കബൂട്ടോ ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും ആക്സെപ്റ്റൻസിനും അംഗീകാരത്തിനും വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലവും ജീവിച്ചതും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതും. എന്നിട്ടും എന്നെ ആരും സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പൊ ഹിറ്റാച്ചി അവൻ സാസുകയോട് പറയും സാസുക ആദ്യം നീ നിന്നെ മനസ്സിലാക്കണം. നീ ഒരിക്കലും നിന്നോട് കള്ളം പറയരുത്. അങ്ങനെ പറഞ്ഞ ഒരാൾ പോലും നിന്നെ കേൾക്കാനുണ്ടാവില്ല. നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഈ രണ്ട് ഷിനോബികളെ കാണിക്കും. അവരാണെങ്കിൽ ലീഫ് വില്ലേജിലെ ഈ രണ്ട് ഷിനോബികളാണ്. അപ്പൊ അതിലൊരാൾ പറയും അയ്യോ ടൈം 9 മണിയായി. എപ്പോഴും 9 മണിയാവുമ്പോൾ ഞങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് കിടന്നുറങ്ങും. ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് തിരികെ പോവും. അവിടെ എൻ്റെ അനിയൻ ഞങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും തിരികെ എത്തും. അവനും എന്നെപ്പോലെ വലിയൊരു മിഷന് വേണ്ടി ചെറുപ്പത്തിലേ പോയതാണ്. ആക്ച്വലി ഈ ഒരു ചെക്കൻ അവൻ ആ ഓർഫനേജിലെ കബൂട്ടോയുടെ പഴയൊരു ഫ്രണ്ടാണ്. അവനിപ്പോൾ പറയുന്നത് മുഴുവൻ കബൂട്ടോയെ കുറിച്ചാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹിറ്റാച്ചിയെ കാണിക്കും. ഹിറ്റാച്ചി ആണെങ്കിൽ കുട്ടപ്പനുമായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഹിറ്റാച്ചി നറൂട്ടോട് പറയും നറൂട്ടോ നിന്റെ കയ്യിലാണ് എന്റെ ബ്രദർ സാസുകയെ ഞാൻ ഏൽപ്പിക്കുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ ഹിറ്റാച്ചി പറയും ഞാൻ നറൂട്ടോ കുട്ടപ്പനെയാണ് നിനക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും അവൻ നിന്നെ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ കബൂട്ടോടെ കണ്ണുകൾ തുറന്ന് അവന്റെ ഗെഞ്ചിപ്സു അത് ബ്രേക്ക് ചെയ്യും. കട്ട് ചെയ്താ നറൂട്ടോ കുട്ടപ്പൻ അവനങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.